ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് പഴം കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളുടെ പഴമൊക്കെ ഒന്ന് തോലൊക്കെ കറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പഴങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്കിതിലേക്ക് ഗീ ഒഴിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ അതൊരു പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ഗീ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇത്തിരി ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഞാനിതൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡിഫറെൻറ്റ് സ്നാക്സാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് നാളികേരം നമ്മൾക്കിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഡിഫറൻറ്റും നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതോടൊപ്പം നമ്മളുടെ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ലേശം ഷുഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് ബദാം പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാ ഉന്നക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു പഴം നമ്മൾക്ക് ഇതേപോലെ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് പരത്തി കനം കുറയ്ക്കുകയും വേണ്ട, അധികം കട്ടിയും വേണ്ടാത്ത രൂപത്തിൽ നമ്മളൊന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ നമ്മളുടെ ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. എത്ര കഴിച്ചാലും മതി വരില്ല. ഈ ഒരു സ്നാക്സ് അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ട് മുകളിലായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ പരത്തി ഇട്ട് കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കുമായിട്ട്. ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും അതൊന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം ഒരേപോലെ വരണം. നമ്മൾക്കിത് മടക്കി കൊടുക്കേണ്ടതാണ്. ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു പേപ്പറോട് കൂടി തന്നെ നമ്മൾ ഇതേപോലെ മടക്കി മടക്കി നമ്മൾ എടുക്കണം. നന്നായിട്ട് മടക്കിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തിയും കൊടുക്കണം. അതിന് ശേഷം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം, റൗണ്ടാക്കിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് വരും. പിന്നെ നമുക്ക് 2 സൈഡും ഒന്നുകൂടെ അമർത്തി കൊടുക്കാം. പഴമായതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. ഇനി നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വിട്ടുപോരും, അത് കുഴപ്പമില്ല. നമ്മൾക്ക് ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഫില്ലിങ് വെച്ച കാരണമാണ് നമുക്കത് വിട്ടുപോരുന്നത്. അപ്പോൾ പഴമായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ അമർത്തി കൊടുത്ത് നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റായിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഡിഫറെൻ്റായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാത്തവരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കഴിക്കാനൊക്കെ. പിന്നെ നമ്മൾക്ക് ഒരുപാട് ഓയിലും എണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഒരു പ്രോബ്ലം ഇല്ല. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ പഴമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ നമ്മൾക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കുറേയൊക്കെ അധികമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ തന്നെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ആവശ്യമാവുന്ന ടൈമിലൊക്കെ നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലിൽ നമ്മൾ ഇട്ട് ഫ്രൈ ചെയ്യുന്നില്ല. ഒരു പാനിലേക്ക് ഇത്തിരി നെയ്യ് പരട്ടി കൊടുത്തതിന് ശേഷം അതിൽ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും ഇട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയുള്ളൊരു
യമ്മി സ്നാക്സാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.